തിരുമല അനിലിന്റെ ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ട നിക്ഷേപകരുടെയും വായ്പാ കുടിശ്ശിക വരുത്തിയവരുടെയും വിവരങ്ങൾ മുഴുവനായി ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എന്നുവെച്ചാൽ വായ്പയെടുത്ത BJP നേതാക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം സഹകരണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. വിജിൻ വായാന്തോട് വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഗുഡ് മോർണിംഗ്. വിജിൻ, തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസമായി തലസ്ഥാന നഗരിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ അന്വേഷണ സംഘത്തെ അക്കാര്യത്തിൽ രൂപീകരിക്കുന്നു. അപ്പോൾ അന്വേഷണ സംഘത്തിന് വിവിധ വശങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. BJPയുടെ ഇന്റേണൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണോ, ഇപ്പോൾ CPM ആരോപിക്കുന്നത് പോലെ അതുതന്നെയാണോ ആത്മഹത്യാ പ്രേരണയായത്, ഈ വായ്പയെടുത്തവർ വഞ്ചിച്ചതാണോ എന്നൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്, വിലയിരുത്തലുകൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ജിൽസി, എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസാണ്. അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. സ്റ്റുവർട്ട് കീലർ എന്ന് പറയുന്ന ACP, കന്റോൺമെന്റ് ACP ആണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തലവൻ. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കൂടുതൽ പരിശോധനയിലേക്ക് കടക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. ഇന്നലെ ബാങ്ക് സെക്രട്ടറിയോട് ആ ബാങ്കിലെ രേഖകൾ ഹാജരാക്കാനും ഒപ്പം തന്നെ മറ്റ് ഇടപാടുകൾ വിവരങ്ങൾ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ബാങ്ക് രേഖകൾ എന്ന് പറയുന്നത് അത് വായ്പയെടുത്തവരുടെയും ഒപ്പം തന്നെ ഈ ഇൻവെസ്റ്റ് ചെയ്തവരുടെയും നിക്ഷേപകരുടെയും വായ്പയെടുത്തവരുടെയും വിവരങ്ങൾ നൽകാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ ഇന്നലെ പുറത്ത് വിട്ടതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഉണ്ട്. അതിൽ BJPയുടെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ വായ്പയെടുത്തതായി, വലിയ തുക വായ്പയെടുത്തതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ ഈ വായ്പയെടുത്ത് തിരിച്ചടക്കാത്ത ആളുകൾ ആണ് ഈ കൂട്ടർ എന്നുള്ളതാണ് നിലവിൽ വിവരങ്ങൾ പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ ഈ BJPയുടെ ആരോപണങ്ങളൊക്കെ പൊളിക്കുന്ന നിലയിൽ തന്നെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാങ്ക് അധികൃതർ, അതായത് ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിൽ BJPയുടെ പ്രധാന നേതാക്കൾ ഒക്കെ വായ്പയെടുക്കുകയും അത് നിരന്തരമായി തിരിച്ചടക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം വന്നിട്ടുണ്ട്. നേരത്തെ തമ്പാനൂർ പോലീസിൽ പരാതി നൽകിയ ഒരു വത്സരയുണ്ടായിരുന്നു. ആ വത്സരയോട് പരാതി നൽകാൻ തന്നെ ആവശ്യപ്പെട്ടത് അത് ഈ തിരുമല അനിൽ തന്നെയാണ് എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. അതിന് കാരണം ഈ ബാങ്ക് ഭരണസമിതി അങ്ങനെ ഒരു പരാതി നൽകുകയും അത് കേസായി മാറുകയും ചെയ്യുമ്പോൾ താൻ ഒറ്റയ്ക്ക് ഇടപെടുക മാത്രമല്ല ബാങ്ക് ഭരണസമിതിക്കും പാർട്ടിക്കും ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി തിരുമല അനിൽ തന്നെ എന്നുള്ളതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അവർക്ക് നേത് ുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്വേഷണം ഊർജിതമാകുമ്പോൾ, അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ, തെളിവുകൾ ശേഖരിക്കപ്പെടുമ്പോൾ ഒക്കെ കൂടുതൽ BJP ബന്ധങ്ങൾ തന്നെയാണ് ഇതിൽ പുറത്തുവരാൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ അനിലിന്റെ സഞ്ചയങ്ങൾ നടക്കാൻ പോകുന്നത് നാളെയാണ്, വെള്ളിയാഴ്ചയാണ് സഞ്ചയന ചടങ്ങുകൾ പൂർത്തിയാവുക. അതിനുശേഷം ഭാര്യയുടെയും മക്കളുടെയും മൊഴിയെടുക്കാൻ